പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ദൈവം കൽപ്പിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞ് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് യേശുവിൻ്റെ അമ്മ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. കർത്താവ് പറയുന്ന ഒരു ഉത്തരം, എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. ദൈവമക്കളെ, നാഴിക വരുമ്പോൾ കർത്താവ് ചിലതൊക്കെ നമുക്ക് വേണ്ടി കൽപ്പിക്കും. പ്രൈസ് ഗോഡ്. യേശു കർത്താവിൻ്റെ അമ്മ ശുശ്രൂഷകരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുകയും. അവിടുത്തെ ശുശ്രൂഷകർ യേശു കർത്താവിൻ്റെ ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കർത്താവ് പറയുന്ന കൽപ്പന ചെയ്യുവാൻ താല്പര്യത്തോടെ മനസ്സോടെ വെയിറ്റ് ചെയ്യുന്ന ശുശ്രൂഷകരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർക്ക് ഏത് സമയവും കർത്താവ് കൽപ്പിക്കും എന്നുള്ളത് അറിയത്തില്ല, പക്ഷേ നാഴിക വരുമ്പോൾ കർത്താവ് ഉറപ്പായിട്ടും കൽപ്പിക്കും. അതിനെക്കുറിച്ച് മറിയയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ശൂന്യതയുടെ മധ്യത്തിൽ കർത്താവ് മൗനമായിരിക്കത്തില്ല. ഇന്ന് എന്നെ ശ്രവിക്കുന്ന ചിലരോട് കർത്താവ് പറയുക, നിൻ്റെ ജീവിതത്തിൽ ദൈവം ചിലത് കൽപ്പിക്കും. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഒരുപക്ഷെ അതൊരു സാമ്പത്തിക ഞെരുക്കമായിരിക്കും, ഒരുപക്ഷെ അതൊരു മാനസിക വേദനയായിരിക്കും, ഒരുപക്ഷെ അതൊരു രോഗമായിരിക്കും, ഭാരമായിരിക്കും, ആരോടും പറയാൻ പറ്റാത്ത പ്രയാസത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നത്. എന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരാലോചന, ഒരു ദൈവിക സന്ദേശം, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് കൽപ്പിക്കുന്ന ദൈവമാണ്. നാഴിക വരുമ്പോൾ കർത്താവ് ചിലത് കൽപ്പിക്കും. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകാതെ, ധൈര്യം ക്ഷയിച്ചു പോകാതെ, കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.